റിപ്പോർട്ടർ ഇംപാക്ട് കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിൽ കേസെടുത്ത് പോലീസ്. ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയന്റെ പരാതിയിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം ശ്രീകാര്യം പോലീസാണ് കേസെടുത്തത്. സംസ്കൃത വകുപ്പ് മേധാവി ഡോക്ടർ CN വിജയകുമാരിയെ പ്രതിയാക്കിയാണ് കേസ്. എഫ്ഐആറിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ആ പകർപ്പുമായി ഹരിമോഹൻ എത്തുകയാണ് നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ഹരിമോഹൻ. എഫ്ഐആറിന്റെ പകർപ്പൊക്കെ കയ്യിലുണ്ടെന്നറിയാം. ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ശ്രീകാര്യം പോലീസ്. എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സുജയ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ പരാതിയിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് PhD വിദ്യാർത്ഥിയായിട്ടുള്ള വിപിൻ വിജയന്റെ പരാതിന്മേലാണ് അധ്യാപികയായിട്ടുള്ള ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. CN വിജയകുമാരി എന്ന് പറയുന്നത് കേരള സർവകലാശാലയിലെ ഓറിയന്റൽ സ്റ്റഡീസ് വിഭാഗം ഡീനാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടറായിരുന്നു. അതായത് അതിഗുരുതരമായിട്ടുള്ള ജാതി അധിക്ഷേപം നേരിട്ടു എന്നായിരുന്നു PhD വിദ്യാർത്ഥിയായ വിപിൻ വിജയന്റെ പരാതി. ആ പരാതിന്മേലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ, പ്രാഥമിക കണ്ടെത്തലുകളൊക്കെ തന്നെയാണ്. അതായത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമാണ് CN വിജയകുമാരിയെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ്. പ്രതിക്ക് അല്ലെങ്കിൽ CN വിജയകുമാരി DN CN വിജയകുമാരി ഈ വിപിൻ വിജയനെ ജാതി പേര് പറഞ്ഞ് അധിക്ഷേപിച്ചും പൊതുസമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടിയിട്ടാണ് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തത്. മാത്രമല്ല ഈ സംഭവം നടക്കുന്ന സമയം മുതൽക്ക് അല്ലെങ്കിൽ വിപിൻ വിജയൻ നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ അതായത് ഹരിമോഹൻ അവർ പറഞ്ഞത് കേസെടുക്കേണ്ട കാര്യം തന്നെയാണ്. നേരിട്ട് വാക്കാലുള്ള അധിക്ഷേപം എന്ന് പറയുന്നത് ജാതിപ്പേര് പറഞ്ഞുകൊണ്ട് ആ ജാതിയിൽപ്പെട്ടവർ സംസ്കൃതം പഠിക്കേണ്ട, അവർ വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചു, ഇതുപോലെയുള്ള നീചജാതികൾക്ക് എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ല എന്നൊക്കെ പറയുന്നത് ഈ പുരോഗമന കേരളത്തിൽ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതും ഈ സംഭവത്തിന്റെ തീവ്രത കൂട്ടുകയല്ലേ ഹരി? തീർച്ചയായിട്ടും സുജയ. അതായത് ഈ നീചജാതിക്കാർ എത്ര ശ്രമിച്ചാലും സംസ്കൃതം, നിന്നെപ്പോലുള്ള നീചജാതിക്കാർ എത്ര ശ്രമിച്ചാലും സംസ്കൃതം വഴങ്ങില്ല എന്ന് പറഞ്ഞ ഉള്ള ആക്ഷേപമാണ് ഈ ഡീൻ CN വിജയകുമാരിൽ നിന്നുണ്ടായത്. അത് വിപിൻ വിജയൻ നമ്മുടെ അടുത്ത് നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ തന്നെ വിപിന്റെ ജീവിതത്തിൽ, വിദ്യാർത്ഥി ജീവിതത്തിലൊക്കെ നേരിട്ട കാര്യങ്ങൾ ഒന്നിലധികം തവണ ഡീൻ ഇക്കാര്യം ആവർത്തിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിപിൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ വിപിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ട് ഏറെക്കുറെ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുകയും ശ്രീകാര്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഇതിൽ അടിയന്തര അന്വേഷണത്തിന്, വകുപ്പ് തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിപിൻ വിജയന്റെ പരാതി അതീവ ഗൗരവ സ്വഭാവത്തിൽ തന്നെ ഉള്ളതാണെന്ന് പോലീസും ഒരേ സമയം വകുപ്പും കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അധ്യാപികയുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു ഉന്നത കേരള സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിമോഹൻ, കാരണം മന്ത്രി ഇപ്പോൾ വൈസ് ചാൻസലർക്ക് അയച്ച കത്തിൽ പറയുന്ന കാര്യം തന്നെയാണ് നമുക്കും പറയാനുള്ളത്. NAC അക്രഡിറ്റേഷനിൽ AA+, സ്റ്റേറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ NIRF റാങ്കിങ്ങിൽ 5ാം സ്ഥാനം. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 1ാം നിരയിലുള്ള സർവകലാശാലയിലാണ് ഈ സംഭവം ഉണ്ടായത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് സർക്കാരും എത്തുമോ? സംസ്കൃത വിഭാഗം മേധാവി വിജയകുമാരിക്കെതിരെ എടുത്ത ഈ കേസിൽ തുടർ നടപടികൾ എന്താണ്? അതിൽ വിപിന്റെ പ്രതികരണം എന്താണ് എന്നതുകൂടി നമുക്കറിയണം. തിരികെ എത്താം. വിപിന്റെ പ്രതികരണം വരുമെന്ന് നമ്മൾ